ഹായ്. അങ്ങനെ ചാണക്യന്റെ കുടില ബുദ്ധി ഇളകിയിട്ടുണ്ട്. കന്നാലിയുടെ പുതിയൊരു ഐഡിയ ആണ്. അതായത് കന്നാലിയുടെ ബ്രദർ എന്ന വ്യാജേന ഒരുത്തനെ കൊണ്ട് വിളിപ്പിക്കുന്നു. ഈ ബ്രദർ ആണെന്നോ എനിക്കറിയത്തില്ല. ആ ബ്രദർ വിളിച്ച സ്ഥിതിക്ക് നമ്മൾ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ശരി ബ്രദറെ, ഇനി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഐ എം ദി സോറി ബ്രദറെ, ഐ എം ദി സോറി എന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും കന്നാലി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കന്നാലിയുടെ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയ എനിക്ക് മനസ്സിലായി. ഇതേ ഐഡിയ മുൻപൊരാൾ ഇതുപോലെ ആവർത്തിച്ച് തോറ്റുപോയിട്ടുണ്ട്. ഞാനൊരു ആളുടെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ A to Z ആലോചിച്ച ശേഷം മാത്രമേ എടുത്ത് ചാടൂ, അല്ല ചുമ്മാ അങ്ങോട്ട് എടുത്ത് ചാടത്തില്ല. നിങ്ങളിലേക്കുള്ള എൻ്റെ ദൂരത്തിന് 4 വർഷത്തെ പഴക്കമുണ്ട്. 4 വർഷമായിട്ട് ഞാനിത് അന്വേഷിക്കുന്നു. 4 വർഷമായിട്ട് എനിക്ക് കിട്ടിയ കളക്റ്റീവ് ഡീറ്റെയിൽസ് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള കാര്യം എല്ലാ മലരന്മാരും അങ്ങ് ഓർത്താൽ നല്ലത്. പിന്നെ ഫോൺ വിളിച്ചാൽ തിരിച്ചു പറയണതും കൂടെ കേൾക്കാനുള്ള ധൈര്യവും ആംബിയറും കാണിക്കണം കേട്ടോ. അല്ലാച്ചാൽ നീ കേട്ടോണ്ടിരിക്കും, ഞാൻ പറയും. അമ്മാതിരി ഒരു സിറ്റുവേഷൻ ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കിടന്നങ്ങ് പറയും. ഒരു ശരണം ഉണ്ടാവത്തില്ല. മനസ്സിലായില്ലേ? പിറകിൽ നിൽക്കുന്ന സാധനം ഞെങ്ങിക്കരയും. അമ്മാതിരി ഞാൻ കരയിക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് മറന്നു പോകണ്ട. എൻ്റെ ഫോണിലേക്ക് കോള് വന്ന് എന്നെ എടി പൊടിയെന്ന് വിളിക്കാൻ ഞാൻ നിനക്ക് പെർമിഷൻ തന്നിട്ടില്ല. നിന്റെ ചെലവിലുമല്ല ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകാനും പോകുന്നില്ല. വിഷയത്തിലേക്ക് വരാം. കന്നാലിയുടെ ബ്രദേഴ്സിനെ പറഞ്ഞു. കന്നാലിയുടെ ബ്രദേഴ്സ് ഉത്തരവാദി അത്രേ കന്നാലി പറയുന്നില്ലെന്ന്. ഈ മുമ്പ് നമ്മളൊരു ടീച്ചറിന്റെ വിഷയം പറഞ്ഞിരുന്നല്ലോ, വ്യാജ ടീച്ചറിന്റെ വീട്ടുകാരത്തി, അതായത് ആ നാട്ടില് അവിടുത്തെ സലഫി സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ ഭർത്താവ്. അവരുടെ ചെലവിൽ ജീവിക്കുന്ന ആ സ്ത്രീ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അവളുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞങ്ങളൊന്നും പറയത്തില്ല എന്ന്. സെക്കൻഡ് തിങ്, ഇവളുടെ തന്നെ ഒരു സിസ്റ്ററുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ഭയങ്കര തെറിപ്പാട്ടായിരുന്നു. അവസാനം ഞാനത് ഇമാമിൻ്റെ അടുത്ത് സംസാരിച്ച് അത് സെറ്റിൽമെന്റ് ആക്കുന്നു. അതായത് എനിക്ക് അവനെ കിട്ടണം എൻ്റെ തട്ടകത്തിൽ എന്നുള്ളത്. അത് വൈകിയാണെങ്കിലും ആ നാറിയെ എൻ്റെ തട്ടകത്തിൽ കിട്ടും. അപ്പോൾ ഉള്ള കാര്യം, അവൻ വിളിച്ചതിനും പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ ഞാൻ അവിടെ വെച്ചങ്ങ് കൊടുക്കും എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമയമെടുക്കും, ക്ഷമ വേണം. അപ്പം ഇവര് ഇപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളൊന്നും ചെയ്യാത്തടത്ത് കന്നാലി പറഞ്ഞതിന് ഞങ്ങൾ എന്തിനു ഉത്തരം പറയണം? നിങ്ങൾ ഉത്തരം പറയണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഇവിടെ നീയൊക്കെ അവന്റെ പണവും വാങ്ങിച്ച് നക്കിയിട്ട് അവന് സപ്പോർട്ട് പറഞ്ഞ ഇവിടെ ആർക്കും ഒരു കുന്തോ ഇല്ല. ഷിഹാബ് മേത്തർ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു, അറിയാമോ? 24 മണിക്കൂർ ഇരുന്ന് ഇസ്ലാമിനെ അപരാധിക്കലായിരുന്നു പരിപാടി. ഇസ്ലാമിനെ അപരാധിക്കുന്നവന്മാർക്ക് പിന്നെ പള്ളിക്കാട്ടിൽ എന്ത് കാര്യം? പള്ളിയിലുള്ള മനുഷ്യരെല്ലാവരും കൂടെ യുണൈറ്റഡ് ആയി പൈസ പിരിച്ച് പൈസ കൊടുത്ത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏരിയയാണ് ഈ പള്ളിയും പള്ളിയുടെ ഖബറിസ്ഥാനും ഒക്കെ. അവരെ അവിടെ അടക്കിക്കോട്ടെന്ന്. നിന്നെയൊക്കെ പോലെ തെരുനായ്ക്കളെ അവിടെ കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? തെരുനായ്ക്കള് വല്ല മുനിസിപ്പാലിറ്റി എടുത്തോണ്ട് പോകും. നീ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ വിശ്വാസികളെ അടക്കുന്ന കബറിടത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ എന്തിനാ അവിടെ അടക്കുന്നത്? അത് എതിർക്കാനുള്ള അധികാരം അവർക്കുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇസ്ലാമിനെ എതിർക്കാനുള്ള അധികാരമുണ്ടോ അതേ അധികാരം അവർക്ക് ഉണ്ട്. നീ മുനാഫിക്കുകളെന്നോ ഷിർക്കെന്നോ കുറുക്കെന്നോ നീ എന്ത് കുറുക്കെന്ന് പറഞ്ഞാലും ഞാനത് സാധിച്ചേ മാറുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഇസ്ലാമിന്റെ വക്താവൊന്നുമല്ല ഞാൻ. പക്ഷേ അവർ പകച്ച് പണ്ടാരമടങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്നുള്ളത്. അതിന്റെ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അതായത് ആണി എൻ്റെ കയ്യിലുണ്ട്, ഞാനതങ്ങ് വലിച്ചൂരും. നീയൊക്കെ തടമെന്ന് പറഞ്ഞ് താഴെ വീഴും. അമ്മാതിരി ചെയ്ത് ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. തർക്കമേ വേണ്ട. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് കന്നാലി പറയുന്നതിന് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ കന്നാലി പറയുന്നതിന് നീ ഉത്തരം പറയണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിക്കും. അതാണ് കാര്യം. ഇന്ത്യയുടെ നിയമം അതവിടെ നിന്നോട്ടെ, അത് വേണ്ടെന്നാരും പറയുന്നില്ല. ഞങ്ങൾക്കും ഉണ്ടൊരു നിയമം, ഞങ്ങൾക്കിടയിലൊരു നിയമമുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് തന്നെയാണോ വീട്ടില്, അതായത് എന്റെ സ്വന്തം വീട്ടിൽ നടക്കുന്നത്? ഒരിക്കലും നടക്കത്തില്ല. ചില നേരം എനിക്ക് ദേഷ്യം വരും, ഉമ്മയെ 2 ഞാനങ്ങ് പറയും. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് തെറ്റാ എന്ന് വെച്ച് ഇന്ത്യൻ നിയമം തെറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മച്ചിക്ക് 2 കൊടുക്കാൻ ഒക്കത്തില്ലേ? അല്ലെങ്കിൽ ഉമ്മച്ചിക്ക് എനിക്ക് 2 തരാൻ ഒക്കത്തില്ലേ? വീട്ടിൽ 2.5 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, കുർത്തക്കേട് കാണിച്ചാൽ 2 പൊട്ടിക്കും. പോക്സോ ക്രൈമല്ലേ? ഇന്ത്യ നിയമം അനുസരിച്ച് പോക്സോ ക്രൈമാടാ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ അതൊക്കെ സാധിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2 പൊട്ടിക്കും. അല്ലെങ്കിൽ കുർത്തക്കേട് കാണിക്കും പിള്ളേരെ ചെവിയിലിരുന്നുള്ളൊക്കെ കൊടുക്കും. പോക്സോ ക്രൈമാ, പക്ഷെ ചെയ്യും. എന്തുകൊണ്ട് ചെയ്യുന്നു? അതാണ് നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നിയമവും കുടുംബത്തിലെ നിയമവും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പൊ കുടുംബത്തിലെ നിയമം അനുസരിച്ചിട്ടുള്ള പരിപാടി ഞങ്ങൾ അങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കുത്തിക്കേറി വന്ന് ഞങ്ങളുടെ കുടുംബക്കാരെ വെട്ടാനും കുത്താനും വേണ്ടിയിട്ടുള്ള ആ ഘോര ആരവം മുഴക്കുന്ന വൃത്തികെട്ട ജന്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു തരി പോലും ദയയോ സഹതാപമോ ഒരു രീതിയിലുള്ള പരിഗണനയോ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകുമെന്ന് ഒരു എച്ചിലിന്റെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിചാരിക്കേണ്ട എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് വളരെ വലിയ ശബ്ദത്തിൽ തന്നെ ഞാൻ പറയും, മൈക്ക് കെട്ടിയും പറയും. കൃത്യമായി പറഞ്ഞാൽ എന്റെ കമ്മ്യൂണിറ്റി, എന്റെ സഹോദരങ്ങൾ, എന്റെ ബന്ധുക്കൾ ഉൾപ്പെടുന്ന സമുദായത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കോപ്പ് കെട്ടി നിൽക്കുന്നവരെ കയ്യിൽ വടി വെട്ടിക്കൊണ്ട് കൊടുക്കുന്ന ഏവനായിരുന്നാലും ആ നികൃഷ്ട ജന്തുക്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇവിടെയുള്ള ഇസ്ലാം സഹോദരങ്ങൾക്ക് ഉണ്ടാകണം. ഷിയയോ സുന്നിയോ വേറെ എന്ത് കുന്തമോ ആകട്ടെ,
പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ യുണൈറ്റഡ് ആകണം. എങ്ങനെയാണ് ഇതിന് പ്രതിവിധി? എന്തിനാ ഇവരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ നിങ്ങൾ ചോദിക്കുന്നത്? അവരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ നിൽക്കണ്ട, അവർ പോട്ടെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിഭാഗത്തിലുള്ളവർ ജയിലിൽ കിടക്കുന്നു, ഇസ്ലാം മതവിഭാഗത്തിലുള്ള മോശം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് താറടിക്കുമ്പോൾ എടുത്ത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഒരു മതവിശ്വാസി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. മതവിശ്വാസിയായിരുന്നു കൊണ്ട് അവൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ധാർമ്മികത, ഉത്തരവാദിത്തം ആ മഹല്ല് കമ്മിറ്റികൾക്കുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ എന്നുള്ള വസ്തുത. ഇപ്പൊ മയക്കുമരുന്ന് ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത്, വിൽപ്പന, കൊടുപ്പ് അല്ലെങ്കിൽ അടിക്കുന്നവരെ പോലും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന രീതി മഹല്ല് കമ്മിറ്റി എടുത്തപ്പോൾ അത്തരത്തിലുള്ള ഒരു ടേം ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു. തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ വൈകിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് കൃത്യമായിരിക്കണം. ഇപ്പൊ കന്നാലിയുടെ കാര്യം ഞാൻ പറഞ്ഞ ഉടനെ കന്നാലിയുടെ ബന്ധു എന്ന വ്യാജന എന്നെ വിളിക്കുകയാണ്. ഈ ബന്ധു എന്നെ തെറി പറയുകയാണ്. ഇതേ സെയിം സാധനം തന്നെ പിന്നെ വ്യാജ ടീച്ചറിന്റെ കെട്ടിവൻ പറഞ്ഞിട്ടാണ്. തെറിയൊന്നും വിളിച്ചില്ലെങ്കിലും പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകളെ ഒരുപാട് കരയിച്ചല്ലേ നിങ്ങൾ, അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ഇടണ്ട, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ഉപേക്ഷിക്കപ്പെട്ട ഒരുത്തന്റെ വേദന കേട്ട് നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് അത് കൊടുക്കുമ്പോൾ അത് നമുക്കെന്തോ പേഴ്സണൽ ലാഭമാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ളത് ചുരുക്കം. അതിനേക്കാൾ 5 മിനിറ്റ്, അവർക്ക് 1.5 ദിവസം വേണ്ടി വന്നെങ്കിൽ ഷെഫീന 5 മിനിറ്റ് കൊണ്ട് അവന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് സാധിക്കും എന്നുള്ളത് വ്യക്തം. ഈ നിൽക്കുന്ന സ്ഥിതിയിൽ ഒരുപാട് അവഹേളനങ്ങൾ, ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തിന്റെയെങ്കിലും ഒരു പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്നേ പറയാനുള്ളൂ. എവിടം വരെ പോകും, ഏത് രീതിയിൽ എത്തുമെന്ന്, നിങ്ങൾ എങ്ങനെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ പറ്റുമെന്ന് കൃത്യമായ ബോധ്യമുള്ള സ്ത്രീയാണ് ഞാൻ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ നീ ഇപ്പം ഒരുത്തനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും, ഞാൻ അവനെ രണ്ടങ്ങോട്ട് പള്ളു വിളിക്കും, അല്ലെങ്കിൽ അവൻ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യും, പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും, പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്റെ കുടുംബത്തെ എടുത്ത് വെച്ച് അവഹേളിക്കും. ഇത് അങ്ങോട്ട് കൊണ്ട് ചെന്ന് ഉമ്മയുടെയും വാപ്പാടെയും കൈ കൊടുത്താൽ പിന്നെ ഉമ്മച്ചി ബാബിച്ചി എൻ്റെ അടുത്തൊന്നും പറയില്ല. സെയിം തിങ് ആരിഫ് ഹുസൈൻ്റെ വീട്ടിൽ പോയപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ മോശം പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല. ആണോ? മോശം പറഞ്ഞെങ്കിൽ കുറഞ്ഞു പോയില്ലേ? അവൻ പറഞ്ഞത് എന്റെ ബ്രദർ എന്റെ ഉമ്മായുമായിട്ട് എന്തോ ഉണ്ടെന്നാ, എന്റെ മകൻ ഞാനുമായിട്ട് എന്തോ ഉണ്ടെന്നാ. ഇസ്ലാമിലെ സ്ത്രീകളൊക്കെ അമ്മയുമായി വ്യഭിചരിക്കാറുണ്ടെന്നാണ് അവരുടെ മകൻ പറഞ്ഞത്. അതിന് ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അണ്ണാക്കി പിരിവെട്ടി. അത്രേ ഉള്ളൂ. അത് ഏത് വിധത്തിലായിരുന്നാലും പറ്റില്ല, സംസാരിക്കില്ല, മിണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും ഉണ്ടാവും ഉണ്ടില്ലെന്നും പറ്റില്ലെന്നും സംസാരിക്കില്ല എന്നൊരു ടേം. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായി പറയാം, എന്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത്രയും മനുഷ്യർ എൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആർജവത്തിൽ നിൽക്കുന്നത്. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. അടക്കി പിടിച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം, പകച്ചു നിന്നൊരു അവസ്ഥ എനിക്ക് പണ്ടുണ്ട്, ഇന്നില്ല. ഇന്ന് എനിക്കറിയാം എങ്ങനെയാണ്, അതെന്ത് സൊല്യൂഷനാണ്, എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുറച്ച് മനുഷ്യർ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അപ്പൊ കൃത്യമാണല്ലോ അതിനകത്ത്. നിങ്ങൾക്ക് അവഹേളിക്കാം, നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി അവഹേളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ റിയാക്ഷൻ അത് നിങ്ങൾ നേരിടണം. അല്ല ചിലത് പറയാനായിട്ട് വരരുത്. മുഹമ്മദ് നബി കൊള്ളത്തില്ല, ഇസ്ലാമിയർ കൊള്ളത്തില്ല, അവരുടെ മതബോധം ശരിയല്ല, അവരങ്ങനെയല്ല, അവരിങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ന്യായീകരണം പ്രതീക്ഷിക്കരുത്. അത് ഷെഫീനയുടെ പരിപാടിയല്ല. അത് വേറെ ലെവലുള്ള ആൾക്കാരുണ്ട്, അവരിരുന്നുകൊണ്ട് ന്യായീകരിക്കും. അയ്യോ ഞങ്ങളുടെ മതം ഇങ്ങനെയല്ലേ, അയ്യോ എന്നെ തല്ലല്ലേ, ഞങ്ങൾ ഡീസന്റ് ആണേ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ പേരെ നിങ്ങൾക്ക് കിട്ടും. ഇവിടുന്ന് ഡീസൻസി ഒന്നും എക്സ്പെക്ട് ചെയ്ത്, ഇത് കട്ടാറായിട്ട് മറുപടി പറയുന്ന സാധനം. എന്റെ കയ്യിൽ അതിനുള്ള ഉത്തരമുണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ പറഞ്ഞാൽ ഇസഡ് പറഞ്ഞാൽ ഇസഡ്, എന്റെ കയ്യിൽ മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ്. എന്റെ പാത്തേ വേറെയാണ്, ഞാൻ ചിന്തിക്കുന്ന വഴിയെ വേറെയാണ്. നിങ്ങളെ ആരെങ്കിലും ഞാൻ നിയമപരമായി നേരിടുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ തൂക്കിക്കൊല്ലാനായിട്ട് ആഹ്വാനം കൊടുക്കുന്നോ കലാപാഹനോ ഒന്നുമല്ല. നിങ്ങൾ ഞങ്ങൾക്കിടയിൽ വേണ്ട, നിങ്ങൾ വേറൊരു കാറ്റഗറി ആയിട്ട് മാറും. മറ്റൊരു മതമായി എക്സ് മുസ്ലിമിനെ അങ്ങ് തീരുമാനിക്കൂ. അതിൽ നിന്ന് ഇസ്ലാം എടുത്ത് കളയണം എന്നുള്ള ആഗ്രഹം നീ കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതങ്ങനെ ഒരു മതമാണ്, നിങ്ങൾ അതുകൊണ്ട് ജീവിച്ചോ. ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇസ്ലാമിയർ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ മതി. അതിലുള്ള സ്ത്രീകൾ ഐക്യകണ്ഠന എന്റെ കമന്റ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പേര് അതിനകത്ത് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, ഞങ്ങൾ അടിമകളാണെന്നാണ്. ആണ് ഞങ്ങൾ അടിമകളാണ്. കൃഷിയിടം ആണ്, ഞങ്ങൾ കൃഷിയിടം തന്നെയാണ്. തലേ തട്ടിടും ആണ്, ഞങ്ങൾക്ക് അതാണ് താല്പര്യം. ഇപ്പൊ എന്താ നിനക്കൊക്കെ എന്താ? നീയൊക്കെ നിന്റെ കെട്ടിയവളെ തുറന്ന് മലന്ന് കാണിച്ചു കൊണ്ട് നടന്നു, ഒരു കുഴപ്പമില്ലെന്നേ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഹിസ്റ്ററി പറയരുതെന്ന് പറയാൻ നിനക്കൊന്നും അധികാരമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ അത്രത്തോളം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുമ്പോൾ നിന്റെയൊക്കെ ആ വ്യക്തിത്വം അല്ല, നിന്റെയൊക്കെ കൂട്ടുകുടുംബത്തിലുള്ളതിനെ പോലും വെറുതെ വിടാതെ ഏറ്റവും വിസിട്ട് വലിച്ചു കയറി പുറത്തേക്ക് ഇടൂ എന്നുള്ളതാണ്. അതിനകത്ത് വരുന്ന കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയും കൂടെയാണ് ഷെഫീന, അത് മറന്നും പോകരുത്. ഇപ്പൊ എന്നെ വിളിച്ച ആള് യഥാർത്ഥത്തിൽ അവന്റെ ബ്രദർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ആ വിളിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ ഇത് ഏറ്റവും ലാസ്റ്റ് വെച്ചൊരു സാധനമാണ്, ഞാൻ ഇപ്പോഴൊന്നും എടുക്കണമെന്ന് വിചാരിച്ചതല്ല, ലാസ്റ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു. കാരണം ഇതിന്റെയൊക്കെ ആണിവേര് അവനാണെന്ന് എനിക്കറിയാം. ആ തല വർക്ക് ചെയ്യുന്ന, ചാണക തല വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഞാൻ അവരെ ബ്രദറിന്റെ ഏതെങ്കിലും ഒരു ബ്രദറിന്റെ പേര് പറഞ്ഞോ? ഇല്ല.
കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ കോൾ ചെയ്യുന്നു, എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അയാളെ കാണണം, അവരെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഞാൻ പോകാത്തതാണ്, ഞാൻ ഇഗ്നോർ ചെയ്ത് എൻ്റെ പാത്തിൽ കൂടെ നടക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് എടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം പൊതുവിൽ ഇസ്ലാമിയർക്കിടയിൽ തന്നെ ഈ പറയുന്ന കന്നാലി ഒരു സോഫ്റ്റ് ടോക്കർ ആണ് എന്നൊരു ലെവലുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോഫ്റ്റ് ടോക്ക് എന്ന് പറയുന്ന സംഗതി അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ വിഷജന്തുക്കൾ എന്ന് മനസ്സിലാക്കുക. അത്തരക്കാരാണ് ഏറ്റവും വലിയ വിപത്ത്. സൊസൈറ്റിയിൽ ഏറ്റവും വലിയ വിപത്ത് അത്തരക്കാരാണ്. മുന്നമാരെന്ന് പറയും, മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല, സോഷ്യോപാത്താണ് അവർ. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ജെന്യുവൻ ആൻഡ് ഡീസന്റ് ആയിരിക്കും, പക്ഷെ അവർ ഏറ്റവും വലിയ അപകടകാരികളായ, ഏറ്റവും വലിയ കലാപ ആഹ്വാനികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ പേഴ്സണൽ ഹിസ്റ്ററി എടുത്ത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത്ര പതർച്ചയും വിഷമം ഉണ്ടാകുന്നത് എന്തിനാ? ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിത്തി ഹദീസ് എന്നും കുത്തബുൽ മൊയ്നൂനെന്നും എന്തൊക്കെ കുറെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റി ഒന്നടങ്കം അപമാനിക്കുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. എന്താടാ ആ ധൈര്യം ഇല്ലല്ലേ? അതാണ് ഇസ്ലാമിയത്ത് പോയുള്ള പ്രശ്നം. ഇസ്ലാമിയരാണെങ്കിൽ ചങ്കുറപ്പോടെ നട്ടലോടെ നിന്നങ്ങ് സഹിക്കും, അത് കേൾക്കും. കാരണം ഞങ്ങൾക്കറിയാം ഇതൊരു പൂച്ചപ്പൂടേ ഇല്ല, ഇവനൊക്കെ ഇവിടെ കടന്ന് കുരക്കേ ഉള്ളൂ, ഞങ്ങൾക്കിത് A to Z, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ ഗ്ലൂക്കോസ് പിടി, അത്രയേ ഉള്ളൂന്ന്. അപ്പം വിഷയം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പേരിൽ എന്നെ വിളിച്ച് മോശം പറഞ്ഞ ആൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. നീ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തത് കൊണ്ടോ മൊബൈൽ എടുക്കാതിരുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. കൃത്യമായ മറുപടി പറയണം. അല്ലെങ്കിൽ നിന്നെ ആരെ ഏർപ്പെടുത്തി എന്നെ വിളിക്കാൻ, എന്നെ വിളിച്ച് തെറി പറയാൻ എന്നുള്ളത് നീ കൃത്യമായി വന്ന് പറയാം. പൊന്ന് ഉവേ, നീ ഏത് അവനായിരുന്നാലും ശരി തന്നെ, നീ ഞോണ്ടിയത് ആരെയാണെന്ന് എനിക്ക് വൈകാതെ മനസ്സിലായിക്കോളൂ. സെക്കൻഡ് തിങ്, ഈ പറയുന്ന വ്യക്തിയെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതില് പിന്നെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയം തൊട്ട്, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വൈഫിന്റെ വിഷയം തൊട്ട്, പിന്നെ എക്സ് മുസ്ലിം സംഘടന, സുറുമി തുടങ്ങി ഇത്യാദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനേക്കാൾ വേറൊരു കാര്യമുണ്ട്. ഈ പറയപ്പെടുന്ന കന്നാലിയുടെ കൂടെയുള്ള സാധനം ഒരു പഞ്ചായത്ത് കക്കൂസാണെന്നും അതുകൊണ്ടാണ് 16 വയസ്സിൽ ഒരുത്തൻ്റെ ഇറങ്ങി ഓടിയത്. അപ്പൊ ആ കക്കൂസിന്റെ കഥകളും ഒക്കെ എന്റെ കയ്യിലുണ്ടായിട്ട് ഞാനത് വേണ്ട എന്ന് വെച്ച് മിണ്ടാതിരുന്നത്. കക്കൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ നാട്ടുകാർക്ക് മുഴുക്കാൻ അറിയാം. അപ്പൊ അത് ഞാൻ എടുത്ത് പബ്ലിക്കിൽ ഇടാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്യുന്നില്ല. ഇപ്പൊ പാലക്കാട്ട് പോയതും അതിനൊക്കെ തന്നെയാണ്. അപ്പൊ ഏകദേശം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ഞാനത് പുറത്തേക്ക് വിടാതിരുന്നത് സോഫ്റ്റ് കോർണർ കൊണ്ടാണ്. പെണ്ണെന്നുള്ള കൺസിഡറേഷൻ, ആ കൺസിഡറേഷൻ അവൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവർക്കും 2007 അവർ വിവാഹിതരാകുകയാണെങ്കിൽ പോക്സോ എന്ന് പറയുന്ന ആക്ട് ഇല്ലല്ലോ എന്നാണ്. അങ്ങനെയാണോ? 1929 അല്ലെ, ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും 2007 മുമ്പ് തന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ബലാത്സംഗമായി കണക്കാക്കപ്പെടുമെന്ന നിയമമുണ്ട്. ആക്ട് ഏതാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അത് ഞാൻ പിന്നീട് വൈകുന്നേരം ലൈവിലോ മറ്റോ പറയും. ഞാനത് എടുത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം IPC ആണേ അതിനകത്തുണ്ട്. അന്ന് പോക്സോ നിയമം ഇല്ലെങ്കിൽ പോലും ഈ വയസ്സിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയാൽ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവുമാണെന്നും അതിന് കൃത്യമായ പണിഷ്മെന്റ് ഉണ്ട് എന്നുമുള്ളത് ഞാൻ പഠിച്ച നിയമത്തിലുള്ളതാ. അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചിട്ട് ഇവൻ ഈ പെണ്ണിനെയും കൊണ്ട് ഓടിയപ്പോൾ അവന്റെ കുടുംബക്കാർ മുഴുവൻ പ്രശ്നത്തിലായി. കാരണം അവറ്റകൾ കൊണ്ട് കേസ് കൊടുത്തു. അവസാനം വയറ്റിലുണ്ടായി മദാമയ്ക്കെന്ന് മനസ്സിലായപ്പോഴാണ് കുടുംബക്കാരൊന്നും അടങ്ങിയത്. അതുകൊണ്ട് ഇവർ സേവായി. ഇവറ്റോളം പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന്റെ പ്രതികാരമാണ് ഇവന്റെ കൂടെ മിണ്ടാത്തതും സഹകരിക്കാത്തതെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇവന്റെ കുടുംബത്തിൽ തന്നെ ഒരു ബലാലുണ്ട്. ഇവന്റെ തന്നെ ഏതോ ഒരു സഹോദരൻ, അവനാണോ ഇവനെന്ന് എനിക്കറിയത്തില്ല. ഇവനായിരിക്കാനാണ് ചാൻസ്. ഇവൻ അവരുടെ കൂട്ടത്തിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന രൂപേണ നടക്കുന്നവനാണ്. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ ബ്രദേഴ്സിനെ ആരെയും പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ഇവൻ തന്നെ എന്നെ വിളിക്കേണ്ട കാര്യം എന്തോ? അപ്പൊ ഇവന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ലവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കിടയിൽ നിന്നുകൊണ്ട് നമുക്കിട്ട് താങ്ങുന്ന ഇത്തരക്കാരെ ശരിക്കും തിരിച്ചറിയണം. കന്നാലിയെ മാത്രമല്ല, കന്നാലിക്കൊപ്പം നിന്ന ഈ കന്നാലിയെയും നമ്മൾ തിരിച്ചറിയുകയും പുറത്താക്കുകയും വേണം, അനിവാര്യമാണ്. കാരണം ഇത്തരക്കാരെ നമ്മൾ ഡേഞ്ചറസ് ആണ്. അവരെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതാണ്. കുടുംബവും കൂട്ടുകുടുംബവും പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള മനുഷ്യർ ഇതേപോലുള്ള വൃത്തികേടുകളിൽ പോയി ചാടിയാൽ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കുക. മതത്തിൽ നിൽക്കണമെങ്കിൽ ചില ചട്ടങ്ങളുണ്ട്, രീതികളുണ്ട്, അതനുസരിച്ച് പോയേ പറ്റുള്ളൂ. അനുസരിക്കാൻ വയ്യാത്തവരെ അവിടെ നിർത്തുന്നില്ല. അത് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ അനുവാദമാണ്, നമുക്കത് അനുവാദമായതാണ്. നമുക്ക് മതം അനുസരിച്ച് ജീവിക്കാനും മതം പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും. നിങ്ങൾക്ക് അവഹേളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനും പറ്റും. ഞങ്ങളുടെ മതത്തിനകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിൽ ആരെ അടക്കണം വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ ഇരിക്കുന്ന മസ്ജിദിൽ നിന്നുള്ള ആള് ആരുടെ ഫംഗ്ഷന് പോകണം, ആരുടെ നിക്കാഹ് നടത്തി കൊടുക്കണം, സുന്നത്ത് നടത്തി കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനം. അതിനകത്തൊരു ജനാധിപത്യമുണ്ട്. അതാണ് പറഞ്ഞ മറ്റൊരു മതത്തിനും ഇല്ലാത്തൊരു സംഗതി ഞങ്ങളുടെ മതത്തിനുണ്ട്. അതാണ് ജനാധിപത്യം. ജനാധിപത്യം കണ്ടുപിടിച്ചത് ഇസ്ലാമാടാ, അത് അറിയാത്തത് കൊണ്ടാണ്. എനിവേ, ഈ മുഹമ്മദ് നബിയുടെ പോക്സോ കല്യാണവും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ പറയുന്ന നിനക്കൊക്കെ നിന്റെയൊക്കെ ലൈഫില് പോക്സോ പറയുമ്പോൾ എവിടെ കടിക്കുന്നു? സ്വന്തം കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ എവിടെ കടിക്കുന്നു എന്നാണ് ചോദ്യം.
അതിനുത്തരം ഇല്ല എങ്കിൽ പൊത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നത് ലാസ്റ്റാണ് ചെസ് നമ്പർ എന്ന് ഞാൻ വിചാരിച്ചെടുത്ത് ഇടയ്ക്കൊന്നും എടുപ്പിക്കരുത്. എടുത്താൽ തിരിച്ചു വയ്ക്കുന്ന പരിപാടിയില്ല. അറിഞ്ഞ അറിവുകളിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലാഷ് ആയിട്ട് എന്തെങ്കിലും ഒരെണ്ണം വഴി വെളിച്ചപ്പോൾ ഞാൻ വന്നത് ക്ലിയർ ചെയ്യും. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പിഴവെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ കൊണ്ടുവന്ന് കല്യാണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിരിക്കുന്നുണ്ടോന്നാണ് ഈ മീഡിയേറ്റർ ആയിട്ട് നിന്ന ആളുടെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചടേ, കല്യാണം നടത്തി എന്നല്ലേ പറയണമെന്ന് പറഞ്ഞപ്പോൾ കല്യാണമൊക്കെ നടത്തി, അവളുടെ ബ്രദറൊക്കെ ചേർന്ന് നിന്നത് നടത്തി. പക്ഷേ പ്രശ്നം വഷളായപ്പോൾ പോലീസ് കൊണ്ടിട്ട് ഇടിച്ചത് സഹോദരന്മാരെയാണ്. കാരണം ഇവളെയും കൊണ്ടങ്ങ് മുങ്ങി, പെണ്ണിനെയും കൊണ്ടങ്ങ് മുങ്ങി. കൊച്ചു പെണ്ണിനെ കൊണ്ടുപോയാൽ പോലീസ് പിടിക്കുവേ. പണ്ടും അങ്ങനെ തന്നെയാണ്. 2007 അങ്ങനെ 995 പോലും ഇപ്പം എൻ്റെ വിവാഹത്തിന് എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഞാനും കൊടുത്തിരുന്നു. അപ്പോൾ അന്നും നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, പോലീസ് ഇടപെടും. സർട്ടിഫിക്കറ്റിൽ കൃത്യം ഡേറ്റ് ഉണ്ട്, അതിനകത്ത് ഏജ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടത്തി തരും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിവാഹം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട്. അപ്പോൾ കുറേ അധികം അങ്ങനത്തെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഇതിന് ഇടപെട്ടപ്പോൾ 95 2000 ഇതൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 995 തൊട്ട് 2000 വരെ ഞാൻ ചെയ്തൊരു കാര്യമല്ലേ, അപ്പോൾ എനിക്കറിയാമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ 2007 ഇതില്ല എന്ന് പറയണത് നല്ല നോവുന്നുണ്ടല്ലേ. അതാണ്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായി ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ അറക്ക് ഫ്യൂരി ഫൂഡ് മോനെ, ഞാനേ ചെവള ഞാൻ കുത്തിപ്പറിക്കുമെന്ന് മാത്രമല്ല, എടുത്ത് ഞാൻ ചെവരിലും കുട്ടിക്കും. മനസ്സിലായാ? എന്ന് വെച്ചാൽ എന്താ പടമാക്കി അവിടെ വെക്കുമെന്ന് ഞാൻ. തിരുവനന്തപുരത്തെ പെണ്ണുങ്ങളെടുത്ത് വന്നുകൊണ്ട് ഹണഹണമെന്ന് പറയരുത്. നീ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂരിലുള്ള പെണ്ണുങ്ങളെ കണക്ക് തിരുവനന്തപുരത്തെ പെൺപിള്ളേരെ വിചാരിക്കരുത്. ഇത് ഇച്ചിരിപ്പോലും ധൈര്യം കൂടിയാ വാ, ഞാൻ വീടന്വേഷിച്ചങ്ങ് വരും. വെറുതെ മെനക്കെടുത്തരുത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നിയമമൊക്കെ അനുസരിച്ചിട്ട് മൊത്തത്തിൽ പെണ്ണുങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് എടി പൊടി എന്നൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഇത്തിരി പോലെ മസാല കൂട്ടി വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മോനെ ഉണ്ട എണ്ണേണ്ടി വരും കേട്ടോ. ജാമ്യമൊക്കെ കിട്ടും, ഇച്ചിരി കാശും ചിലവാകും. പക്ഷെ ഉണ്ട ഞാൻ എണ്ണിക്കും എന്നുള്ളൊരു തർക്കമേ വേണ്ട. അപ്പം ശരി, ചെക്ക് സുലാൻ. എടാ നിനക്ക് വേറെ കളിയൊന്നും അറിയത്തില്ലടാ. എടാ ഇങ്ങനെ ഒരുമാതിരി കൃമി കളിക്കുക. എടാ തണ്ടിക്ക് തണ്ടി ഡയറക്റ്റ് ഇട്ടോ, അതല്ലടാ ശരി. അല്ല നീ എന്ത് ചെയ്യുന്നു? ഇത് നീ ഇത്രയേ ഉള്ളൂ. ഞാൻ നീ എന്തൊരു ശമ്പൂണെന്നൊക്കെ വിചാരിച്ചേ. ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ മോശവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന വ്യാജേന പെൺകുട്ടികളെ തലതിരിപ്പിച്ചെടുത്ത് ആ പെൺകുട്ടികളെ കൊണ്ട് സെക്ഷുവലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതി എക്സ് മുസ്ലിമിനുണ്ട്. തെളിവ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ടത്. അതിനെതിരെയാണ് എൻ്റെ പോരാട്ടം. ഫസ്റ്റ് പ്രിയോറിറ്റി എനിക്ക് പെൺകുട്ടികൾ തന്നെയാണ്. അതിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അത്. ഇതേ സംഗതി തന്നെയാണ് എനിക്ക് സംഖ്യകളോടുള്ളത്. സ്ത്രീകളെ ആക്രമിക്കുന്നു. നിങ്ങൾ സ്ത്രീകളെ വെറുതെ വിടും, ഞാനും വെറുതെ വിട്ടു, തീർന്നു. മതത്തിന്റെ പ്രശ്നവും ഞാൻ ഉടക്കിയതാണ്. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം വരുന്നത്. അത്രേ ഉള്ളൂ. ശരി എന്നാ. അപ്പൊ താങ്ക് യു. കാണാൻ വേണ്ടും.